വാസുവേട്ടാ, എന്താ? എന്താണെന്നോ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? പിന്നെ എങ്ങനെ ചോദിക്കണം? ഇത്തിരി സ്നേഹമായിട്ട് എന്തെങ്കിലും സംസാരിച്ചൂടെ? സംസാരത്തിലല്ല സ്നേഹം, പിന്നെ അതേ ഇവിടെ കരളില്. സമ്മതിച്ചു, പക്ഷെ അത് കാണുന്നവർക്കൂടെ ബോധ്യപ്പെടണ്ടേ? ഓ, ഇനിയിപ്പോ ഞാനത് പറഞ്ഞിട്ട് വേണോ ശ്രീദേവിക്ക് ബോധ്യപ്പെടാൻ? എന്റെ കാര്യം അല്ല പറഞ്ഞത്. പിന്നെ അമ്മയോട് പറയണ്ടേ വാസുവേട്ടാ? ഓ, അതാണോ? മോളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റം കണ്ടു തുടങ്ങുമ്പോ അമ്മ താനെ മനസ്സിലാക്കിക്കോളും അവൾ എവിടെങ്കിലും കുടുങ്ങിയിട്ടുള്ളത്. തമാശയല്ല വാസുവേട്ടാ. കഴിഞ്ഞ തവണ അമ്മാവൻ വന്നപ്പം അമ്മ പറയുന്നത് കേട്ടു, പെണ്ണ് പെരനിറഞ്ഞ് നിൽക്കുകയെന്ന്. ചിരിക്കാൻ പറഞ്ഞല്ല. വാസുവേട്ടൻ വീട്ടിൽ വന്ന് അമ്മയോടോ അമ്മാവനോടോ സംസാരിക്കണം. വരട്ടെ, സമയമുണ്ടല്ലോ. ഇപ്പോഴേ മൂത്ത് നരച്ചു, ഇനി എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? നമ്മുടെ കാര്യം നമ്മൾ എന്ന് തീരുമാനിച്ചതാ, പിന്നെന്തിനാ ഈ വേവലാതി? ഓഹോ, ഇതിപ്പോ പരസ്യമായിട്ടും തുടങ്ങിയല്ലേ? ഏത്? അത് അതോ? ഞങ്ങള് വെറുതെ വീട്ടുകാര്യം പറഞ്ഞു നിന്നല്ലാതെ. എന്ത് കാര്യം? വീട്ടുകാര്യം അല്ലേ? പിന്നെന്തിനാണ് ഞാൻ വന്നപ്പോ ശ്രീദേവി ഓടിയത്? അത് ശ്രീദേവിയോട് ചോദിച്ചോളാം. അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചില ചോദിക്കാനുണ്ട്. അതൊക്കെ എങ്ങോട്ട്? വീട്ടിലേക്ക്. സഹോദരി ഗോപി, എന്ത് വിടാൻ? ഇങ്ങോട്ട് മാറി നിൽക്കടാ. സഹോദരി, നിനക്ക് ഇവനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. അതല്ല, ഈ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാടിൽ ഇവനെങ്ങനാ? അയ്യോ, വഴിയിൽ പോകുന്ന പെണ്ണുങ്ങളെ കണ്ണെടുത്ത് നോക്കില്ല. പക്ഷേ നമ്മുടെ ശ്രീദേവിയെ കണ്ടാൽ അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കയില്ല. ഇതിപ്പോ നിനക്കും അറിയാല്ലേ? വലിയല്ലേ വലിയല്ലേ, ഇവിടെ തെറ്റില്ല. രണ്ടും കൂടെ എന്ത് റൊമാൻസ് ആയിരുന്നു. അപ്പോഴും ചമ്മൊന്നും കണ്ടില്ലടാ കള്ള. ഈ പേര് എന്ത് ചെയ്യണം? പിടിച്ചു കെട്ടിക്കണം. നിങ്ങൾ വെറുതെ ഇരിക്കും, ചുമ്മാ മനുഷ്യനെ പിടിച്ച്. എനിക്ക് ആ കൊച്ചിനോട് പ്രത്യേകിച്ചൊന്നുമില്ല. സാവിത്രിക്ക് അറിയാലോ, ചെറുപ്പത്തിലെ ഇവളുടെ അച്ഛൻ മരിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ എന്റെ മോളെ വളർത്തിയത്. വാസുവേട്ടൻ ശ്രീദേവിയെ നല്ലപോലെ നോക്കും. വാസുവേട്ടന് കുറെ കൃഷിയുണ്ട്, ഫാക്ടറിയിൽ ഒരു ജോലിയുണ്ട്. കല്യാണം കഴിഞ്ഞ വാസുവേട്ടന് ശ്രീദേവിക്കും കഴിഞ്ഞുകൂടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കും. ശ്രീദേവി, നീ ഭാഗ്യവതിയാണ്. വാസുവേട്ടൻ അത്ര നല്ലവനാണ്. വാസു, നീ പണിക്ക് കയറരുത് കേട്ടോ. എന്താ കയറിയാല്? സമരം ചെയ്യുന്ന കണ്ടില്ലേ? എന്തിനാ സമരം? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. ഇത് യൂണിയന്റെ തീരുമാനമാണ്. ഞാനും യൂണിയനായിട്ട് എന്താ ബന്ധം? ഞാൻ ദിവസക്കൂലിക്കാരനാണ്. അന്നന്ന് ജോലി ചെയ്ത് കാശ് വാങ്ങിച്ചാലേ എന്റെ വീട്ടിൽ തീ പോയു. എടാ, നിനക്കൂടെ വേണ്ടിയാ ഞങ്ങളുടെ ഈ സമരം. ന്യായമായ കാര്യത്തിന് ഞാനും കൂടെ നിൽക്കാം. നേതാക്കന്മാർക്ക് കാര്യം കാണാൻ വേണ്ടി ഓരോ പേക്കൂത്ത്. എടാ വാസു, കേറരുതെന്നാ പറഞ്ഞത്. ഞാൻ കേറും. നിന്നെ കണ്ടോളാവണ കരിങ്കാലി. കരിങ്കാലികളെ ഒറ്റപ്പെടുത്തുക. കാതർക്കന്റെ കണ്ണു പൊട്ടിച്ച് ഞമ്മ ഇടയ്ക്കിടയ്ക്ക് പണം കാണാൻ പോകും. കേട്ടാ ബാസൂട്ടാ, ഞമ്മക്ക് ഈ അലവലാതി പടമൊന്നും ഇഷ്ടമല്ല. സെക്ഷൻ ചണ്ടുമാണ് ഞമ്മടെ ലൈൻ. നീ കരിങ്കാലി പണി ചെയ്യുകയല്ലേ? റോഡിലൂടെ അതിന് തന്നു വേഗം പറിച്ചു.
വാസുവിന് ഇവിടെയും കാണുന്നില്ലല്ലോ. വാസുവേട്ടന്റെ ചെരുപ്പ്. വാസു, വാസുവേട്ടാ, വാസു, ആരാ നിന്നെ തല്ലിയത്? ഫാക്ടറിയിലെ പ്രസാദം കൂട്ടരും. പ്രസാദ്, നീ എന്റെ വാസുവിനെ തല്ലുവല്ല. എന്റെ ബാസു, നമ്മൾ പട്ടാങ് പറയുകയാണ്. എന്റെ അഭിപ്രായത്തില് സാവിത്രിനെയും കുഞ്ഞിനെയും ഇനി നീ ഇവിടെ നിർത്തുന്നത് ശരിയല്ല. കാർഗ, ഇവര് എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. എന്റെ ബാസു, നീ ഏത് ദുനിയാവിലാ ജീവിക്കണേ? ഈ സാവിത്രി നിന്റെ പെങ്ങളെ പോലെ എന്നല്ലാണ്ട് പെങ്ങളാണെന്ന് പറയാൻ പറ്റുമോ? ഗോപി ജീവിച്ചിരുന്നപ്പോ അത് കാര്യം വേറെ. ഓ മയ്യത്തായി പോയില്ലേ? ഇനിയിപ്പോ നീയും ഈ പെണ്ണും ഈ വീട്ടിൽ തനിച്ചു കഴിഞ്ഞ മനുഷ്യന്മാരുടെ കൽബും നോവും വെറുതെ ഇരിക്കുവോ? അത് വേണ്ടാത്ത ഓരോ പ്രസാദങ്ങൾ പറഞ്ഞുണ്ടാക്കൂലേ? എല്ലാം പോട്ടെ, നീ ശ്രീദേവിയും തമ്മിലുള്ള കല്യാണം പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കയല്ലേ? അത് നടത്തണ്ടേ? ആ പെണ്ണ് ഇവിടെ വന്ന് കയറിയാ പിന്നെ സാവിത്രിക്ക് ഈ വീട്ടിൽ എന്താ സ്ഥാനം? സാവിത്രിയുടെ കുഞ്ഞിനെ നീ മോളായിട്ട് കരുതും. അന്റെ ഭാര്യ അങ്ങനെ കരുതുന്നുണ്ടാ? അങ്ങനെ കരുതാത്ത ഒരു പെണ്ണിനെ എനിക്ക് എന്റെ ഭാര്യയായിട്ടും കരുതാൻ വയ്യ. ഇന്റെ ബാസു, നീ വേണ്ടാത്ത വർത്തമാനം പറയാതെ. ഗോപിയുടെ അച്ഛൻ തടിപോലെ ജീവിച്ചിരിപ്പില്ലേ? ഇനി സാവിത്രിനെയും ഈ കുട്ടീനെയും നോക്കേണ്ട ചുമതല ഓനാ. ഇവരെ ഓന്റെ കയ്യിലങ്ങട്ട് ഏൽപ്പിച്ചു കൊടുക്കുക, അതാ അതിന്റെ മുറ. ഗോപിയുടെ അച്ഛൻ ഇവരെ സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിലോ? അന്നേരം നമുക്ക് നോക്കാം.
ഖാദർക്ക പറഞ്ഞതാണ് ശരി. ആ എന്താ? ഗോപിയുടെ ഭാര്യയും കുഞ്ഞുമാണിത്. ഏത് ഗോപി? ഓഹോ, എന്റെ മകൻ ഗോപിയുടെ കാര്യമാണോ നീ പറയുന്നത്? എടാ, അവൻ മരിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഞാൻ അവനെ ഉപേക്ഷിച്ചതാണ്. ഗോപിയുടെ മരണത്തോടെ ഇവരനാഥരായി. ആര് പറഞ്ഞു അനാഥരായെന്ന്? നീ ഉണ്ടല്ലോ, അതുപോലെ. ഇവരോട് അല്പം കൂടി ദയ കാണിക്കണം. ദയയോ? ഇവളത് അർഹിക്കുന്നില്ല. ഇവളെന്റെ മകന്റെ കൂടെ കഴിഞ്ഞിരിക്കാം. ആ ബന്ധത്തിൽ ഇവളൊരു കുഞ്ഞിനെയും പ്രസവിച്ചിരിക്കാം. അതുകൊണ്ട് മാത്രം എന്റെ മകന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് ഇവിടെ കയറി വരാൻ ഇവൾക്ക് അവകാശമില്ല. നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ചാൽ ഇവരെങ്ങോട്ട് പോകും? അത് ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല. നിനക്ക് ഇവിടെ വിളിച്ചോണ്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കാൻ എനിക്ക് എന്റെ ജോലിക്കാരെ വിളിക്കേണ്ടി വരും. വേണ്ട, ഇവരെ ഞാൻ തന്നെ കൊണ്ടുപോകാം. ആരുമില്ലാത്തവരെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാവും. ഇക്കാര്യം പറഞ്ഞ് ഇനി എന്നെ നിർബന്ധിക്കരുത്. ഒരു കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള സ്വസ്ഥത ഇപ്പോഴെനിക്കില്ല. പാവം ശ്രീദേവി, അവൾ എത്ര കാലമൊന്നും പറഞ്ഞ് കാത്തിരിക്കും വാസുവേട്ടാ. ശ്രീദേവി കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന പെണ്ണാണ്. ഞാൻ അവളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്റെ ജീവനായിരുന്നു ഗോപി. അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. അവന്റെ ഭാര്യയും കുഞ്ഞിനെയും ഈ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കേണ്ട ചുമതല എന്റെയാണ്. എനിക്ക് ഒരേ ഒരു അപേക്ഷയുള്ളൂ. ഞങ്ങൾ ഒരിക്കലും വാസുവേട്ടനൊരു ഭാരമാകരുത്. ശ്രമിച്ചാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല. ഞങ്ങൾ മാറി താമസിച്ചോട്ടെ വാസുവേട്ട. ഞാനൊരു കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ വീട് വിട്ടിറങ്ങുന്നതെങ്കിൽ അത് വേണ്ട. ഗോപിയുടെ ഭാര്യയും കുട്ടിയും അനാഥരായിട്ട് ജീവിക്കുമ്പോൾ വാസുവിന് സ്വന്തമായിട്ടൊരു ജീവിതം വേണ്ട. അതിനാരും നിർബന്ധിക്കുകയും വേണ്ട.